അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ 2024-25 അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഫിഖഹിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യ പ്രവർത്തനത്തിലേക്ക് പോകാം. ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഓരോ ചോദ്യത്തിനു നേരെയും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. ശരി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. 1. ഫാത്തിഹയിൽ പെട്ടതാണോ? ഫാത്തിഹയിൽ പെട്ടത് എന്താണ്? അഊദു എന്നതാണോ, ബിസ്മിയാണോ, അതോ വജ്ജഹ്തു ആണോ? ശരിയായത് ബിസ്മിയാണ്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പാഠബുക്കിൽ തന്നെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. 2. സ്ത്രീകൾക്ക് സുന്നത്തില്ല. സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തത് എന്താണ്? ബാങ്കാണോ, ഇഖാമത്താണോ, ജമാഅത്താണോ? ശരിയായത് സുന്നത്തില്ലാത്തതാണേ, സുന്നത്തുള്ളതല്ല. ബാങ്കാണ് സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തത്. 3. ആടിൻ സക്കാത്ത് വാജിബാനുള്ള കണക്ക് ഏതാണ്? 30 ആണോ, 40 ആണോ, 50 ആണോ? ശരിയായത് 40 ആണ്. 30 പശുവാണ്. കുറഞ്ഞത് 30 പശു ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതുപോലെ 40 ആടുണ്ടെങ്കിൽ അതിലൊരു ആടുംകുട്ടിയെ സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്തിൻ്റെ കണക്കൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. കുറഞ്ഞത് ആട്, മാട്, ഒട്ടകം ഇവയുടെ. അപ്പോൾ ഇവിടെ 40 ആടാണ്. 4. നിസ്കാരത്തിൽ ഒന്നാം തശഹുദ്, നിസ്കാരത്തിലെ ഒന്നാമത്തെ അത്തഹിയാത്ത് ഉണ്ടല്ലോ, അത് എന്താണ്? ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണോ, അതോ ഫർളാണോ, അതോ അബാലാണോ? ശരിയായത് അബാൽ സുന്നത്തിൽപ്പെട്ടതാണ്. നിസ്കാരത്തിലെ അബാൽ സുന്നത്തിൽപ്പെട്ടതാണിത്. അപ്പോൾ അബാൽ എന്നത് ടിക്ക് ചെയ്യുക. നിസ്കാരത്തിൻ്റെ അവസാനം 2 സുജൂദ് ചെയ്തണം, ഇത് മറന്നാൽ. ഇനി 5. ചുരുങ്ങിയ സമയം ഒരു ദിവസമാണ്. എന്തിൻ്റെയാണ് ചുരുങ്ങിയ സമയം ഒരു ദിവസം? നിഫാസിൻ്റെ ആണോ, ഹൈലിൻ്റെ ആണോ, ഇസ്തിഹാലത്തിൻ്റെ ആണോ? അത് ഹൈലിൻ്റെ ആണ്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. നിങ്ങൾക്ക് ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. വേറെ വിശദീകരണം ഒന്നും വേണ്ട. ഡയറക്റ്റ് എന്താണ് അതിൻ്റെ ഉത്തരം, അത്രമാത്രം. 1. തറാവീഹിൻ്റെ മറ്റൊരു പേര്. തറാവീഹിന് ഖിയാമുർ റമളാൻ എന്നൊരു പേരുണ്ട്. അപ്പോൾ ഖിയാമുർ റമളാൻ എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി പരീക്ഷയ്ക്ക്. എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല കയ്യക്ഷരത്തിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. സ്പീഡിൽ എഴുതി തീർക്കരുത്. കാരണം കയ്യക്ഷരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കയ്യക്ഷരത്തിന് പ്രത്യേകം മാർക്കുണ്ട്. അതായത് എഴുത്ത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ മാർക്ക് കുറയും, അക്ഷരത്തെറ്റിനൊക്കെ മാർക്ക് കുറയും. അത് പ്രത്യേകം സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ ശ്രദ്ധിച്ച് നീലമഷി കൊണ്ട് തന്നെ എഴുതുക. 2. ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം. ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. അത് ജുമുഅയാണ്. ജുമുഅയിൽ നിന്നുണ്ട് എന്ത്? ഒന്നാമത്തെ റക്അത്ത് ജമാഅത്തായി സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ജുമുഅ എന്ന് എഴുതി കൊടുക്കുക. 3. 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കലാണ്. അതിന് അറബിയിലൊരു പേര് പറയും, ഖസ്ർ. 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയാം. ചിലപ്പോൾ ഈ ചോദ്യം എന്ത് ചെയ്യും? ഉത്തരം പറയാം എന്നതിൽ, അല്ലെങ്കിൽ ഉത്തരം എഴുതാം എന്നതിൽ വരും. എന്താണ് ഖസ്ർ? അപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കലാണ് ഖസ്ർ എന്ന് എഴുതി കൊടുത്താൽ മതി. വേറൊന്നും ചെയ്യണ്ട. 4ാമത്തെ ചോദ്യം, സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, പലതവണ ആവർത്തിച്ചു വന്ന ക്വസ്റ്റ്യനുമാണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്താണ്. ഉദാഹരണം പറഞ്ഞുതരാം. പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്ത് നിസ്കാരമാണ്. അത് ജമാഅത്ത് സുന്നത്തുള്ളതുമാണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നത് സുന്നത്താണ്. അതിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അസ്സലാത്ത് ജാമിഅ എന്ന് പറയാറുണ്ട്. അത് സുന്നത്താണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്തായതാണ് അസ്സലാത്ത് ജാമിഅ. അവിടെ എഴുതി കൊടുത്താൽ മതി, അറബി. 5. അയ്യാമു തശ്രീക്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ. ആദ്യം അയ്യാമു തശ്രീക്ക് ഏതാണെന്ന് മനസ്സിലാകണം. കാരണം അത് ചിലപ്പോൾ ചോദിക്കും, അയ്യാമു തശ്രീക്ക് ഏതൊക്കെ ദിവസമാണെന്ന്.
ദുൽഹിജ്ജ 11, 12, അതുപോലെ 13. ഇതിനാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുക. പക്ഷേ ഇവിടെ അയ്യാമു തശ്രീഖിൽ നോമ്പ് അനുഷ്ഠിക്കൽ അതിൻ്റെ വിധിയാണ് ചോദിക്കുന്നത്. വിധി മാത്രം എഴുതുക. എന്താണ്? ഹറാമാണ്. ആ പറയുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് ഹറാമാണ്. പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ ദിവസവും ഹറാമാണ് നോമ്പ് നിൽക്കുക എന്നത്. പിന്നെ അതുപോലെ അറഫ ദിവസം എന്നാന്ന് ചോദിക്കും. ഇതേപോലെ അയ്യാമു തശ്രീഖ് എന്നാ ചോദിച്ച പോലെ എന്ത് ചെയ്യും? ചിലപ്പോൾ അറഫ ദിവസം, ദുൽഹിജ്ജ 10 അറഫ ദിവസം, ദുൽഹിജ്ജ 9 അറഫ ദിവസം, ദുൽഹിജ്ജ 10 ബലി പെരുന്നാൾ. ഓക്കെ. ഇനി എന്ത് ചൊല്ലണം? ഒന്ന്, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ സ്വദഖ്ത വബരിർത എന്നാണ്. 2, നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ടതാണ് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസിക്ക അഫ്തർതു. ചിലപ്പോൾ എഴുതാനൊക്കെ വരും കേട്ടോ. അതുപോലെ നോമ്പിൻ്റെ നിയ്യത്ത്, ഇതൊക്കെ തെറ്റുകൂടാതെ എഴുതാൻ പഠിക്കുക. 3, സുജൂദിൽ എന്താ ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കാം. 1, നിസ്കാരത്തിൻ്റെ കൗലിയായ ഫറളുകൾ. കൗലിയും ഫിഅലിയും ഒക്കെ വേർതിരിക്കുക. വേർതിരിച്ചിട്ട് തന്നെ പഠിക്കണം. ഇതിലിപ്പോൾ കൗലി വരുന്നത് 1 തക്ബീറത്തുൽ ഇഹ്റാമാണ്, 2 ഫാത്തിഹ ഓതലാണ്, പിന്നെ വരുന്നത് അത്തഹിയാത്താണ്, അത്തഹിയാത്ത് ഓതുക, അതുപോലെ തന്നെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, പിന്നെ സലാം വീട്ടുക. ഇതൊക്കെ കൗലിയായ ഫറളുകളാണ്. അപ്പോൾ 5 ഫറളുകളാണ് കൗലിയുള്ളത്. 2, സുബഹിൻ്റെ പൂർണ്ണമായ നിയ്യത്ത്, ആ നിയ്യത്ത് മുഴുവനായിട്ട് എഴുതണം. 3, ജംഉ തഖ്ദീം, മുന്തിച്ച് ആക്കുക. അതെങ്ങനെയാണ്? ലുഹർ അസറിൻ്റെയും അസർ ലുഹറിൻ്റെയും ഇഷാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് ആക്കലാണ് ജംഉ തഖ്ദീം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജംഉ തഅഖീർ. ലുഹർ അസറിൻ്റെയും മഗ്രിബ് ഇഷാഇൻ്റെയും സമയത്തേക്ക് പിന്തിച്ച് ആക്കലാണ് ജംഉ തഖ്ദീം. ജംഉ തഅഖീർ. തഖ്ദീം ഓപ്പോസിറ്റാണ്, ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനി പൂർത്തിയാക്കാം. 1, കുളിക്കും ഡാഷ് പകരമായി ഡാഷ് ചെയ്യൽ വാജിബാണ്. ഏതാണ്? കുളിക്കും വുളൂഇനും പകരമായി തയമ്മും ചെയ്യൽ വാജിബാണ്. 2, ഉദ്ർ ഇല്ലാത്തവർ ജുമുഅ കഴിയും ഡാഷ് അത് സ്വഹീഹാവുകയില്ല. ഉദ്ർ ഇല്ലാത്തവർ ജുമുഅ കഴിയും മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ അത് സ്വഹീഹാവുകയില്ല. 3, ഇഹ്റാമിൻ്റെ കാലം ഡാഷ് ദുൽഹിജ്ജ ഡാഷ് ഉൾപ്പെടെയുള്ള ദിവസമാണ്. ഇഹ്റാമിൻ്റെ കാലം ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസവുമാണ്. 4, നിസ്കാരം സമയം വിട്ട് ഡാഷ് സർവനാശവും എന്ന് ഡാഷ് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 5, ലാ ഹൗല ഡാഷ് അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇനി അടുത്തൊരു പ്രവർത്തനമാണ്. ഇങ്ങനൊരു പ്രവർത്തനം ഏതോ ഒരു പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ്. വേർതിരിച്ച് എഴുതാം. ഖുതുബയുടെ ഷർത്തും ഖുതുബയുടെ ഫറളും ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തും. ഇതിൽ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം ഖുതുബയുടെ ഷർത്താണ് നിങ്ങൾക്കറിയുന്നതെങ്കിൽ ആദ്യം അത് എടുത്ത് എഴുതുക. അതല്ലെങ്കിൽ ഖുതുബയുടെ ഫറളാണ് നിങ്ങൾക്കറിയുന്നതെങ്കിൽ അത് ആദ്യം എടുത്ത് എഴുതുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ബാക്കി പെട്ടെന്ന് കിട്ടും. ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത് അത് വേറെയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ളുഹറിൻ്റെ സമയത്താവുക എന്താണ്? ഖുതുബയുടെ ഷർത്താണ്. ഖുതുബയുടെ ഫറളാണെങ്കിൽ
ഖുതുബയ്ക്ക് ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും. ഖുതുബയുടെ ഷർത്താകുമ്പോൾ പുറത്തുള്ള കാര്യമാണ്. പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക, അത് ഖുതുബയുടെ ഉള്ളിലുള്ളതാണ്, അതായത് ഖുതുബയുടെ ഫർളാണ്. 3 അറബി ഭാഷയിലാവുക, അത് ഷർത്താണ്. ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുതുബയുടെ ഷർത്തിൽപ്പെട്ടതാണ് അറബി ഭാഷയിലാവുക എന്നത്. 4 സ്വതന്ത്രനാവുക, അത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് സ്വതന്ത്രനാവുക എന്നത്. പിന്നെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക, അതെന്താണ്? അത് ഖുതുബയുടെ ഫർളാണ്. പിന്നെ കഴിവുള്ളവനാവുക, അത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് കഴിവുള്ളവനാവുക എന്നത്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. ചോദ്യം 1, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം അത് സൂര്യൻ ഉദിച്ച മുതൽ ളുഹർ വരെയാണ്. 2 സുജൂദിൽ നിലത്ത് വെക്കൽ വാജിബായ അവയവങ്ങൾ ഏതെല്ലാം? പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണ്. ഏതൊക്കെയാണ്? നെറ്റി, 2 ഉള്ളൻ കൈ, 2 കാലിൽ മുട്ട്, പിന്നെ 2 കാലുകളുടെ വിരലുകളുടെ പള്ള. ഇതൊക്കെ നിലത്ത് വെക്കൽ വാജിബാണ്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നും, അപ്പോൾ നമ്മൾ മൂക്ക് വെക്കാറില്ലേ എന്ന്. അത് സുന്നത്തായ കർമ്മമാണ്. അതിന് കൂലിയുണ്ട്, സുന്നത്തായ കർമ്മമാണ്. പക്ഷേ നിലത്ത് വെക്കൽ നിർബന്ധമല്ല. ഇനി 3 അർക്കാനു സ്വലാത്ത് എന്നാൽ എന്ത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. അർക്കാനു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹീഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനു സ്വലാത്ത് എന്ന് പറയുക. 4 ഹജ്ജിൻ്റെ മീഖാത്തുകൾ ഏതെല്ലാം? കുറേ മീഖാത്തുകൾ പാഠത്തിൻ്റെ അവസാനം തന്നെ പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ പാഠത്തിൻ്റെ അവസാനം. 1 ഏതാണ്? യലംലം. 2 ദുൽഹുലൈഫ. 3 ജുഹ്ഫ. 4 ഖർനുൽ മനാസിൽ. 5 ദാത്തുൽ ഇറഖ്. ഇതാണ് മീഖാത്തുകൾ. ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. ഇതുപോലുള്ള കുറേ മോഡൽ പേപ്പറുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെ നിന്ന് എന്ത് ചെയ്യുക, ക്ലാസ് 5 എന്ന് ടൈപ്പ് ഇട്ടാൽ മതി, അതല്ലെങ്കിൽ പൊതുപരീക്ഷ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യുക, താഴെ പിൻ ചെയ്ത് വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.